എനർജി പോരാ. ഭഗവാൻ ഇത് തൊടിയിക്കണോ, സിന്ദൂരം കയ്യിൽ ഭഗവാന്റെ ഒരു കയ്യില് കുങ്കുമച്ചെപ്പാണ്, കണ്ടുവോ? രാധേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപികോമന്മാർക്കും സാദര പ്രണാമം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വിശ്വഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കുമുള്ള സംശയാട്ടോ, രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്നണോ? അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലേ. രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്നിട്ടുണ്ട്. ആ കഥയൊന്ന് നമുക്കിന്ന് കേൾക്കാട്ടോ. ആ കഥ കേട്ടിട്ട് നിങ്ങളെല്ലാവരെയും ആ കഥയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. എന്നാലേ രാധേൻ്റെയും കൃഷ്ണൻ്റെയും വിവാഹം നടന്നതായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമോ? അധിക പേർക്കും അതൊന്നും അറിയില്ല. എല്ലാവരും അത് നടന്നിട്ടില്ല എന്ന രീതിയിലാണ് കാണുന്നത്. അപ്പം നമുക്ക് ഈ കഥയൊന്നു കേൾക്കാട്ടോ. വൃന്ദാവനത്തിലെ 12 വനങ്ങളിൽ ഒരു വനമാണ് ഭാണ്ഡീര വനം. അവിടെ വസന്ത പഞ്ചമിയിലാണ് കണ്ണൻ്റെ രാധയുടെ വിവാഹം നടന്നത് കേട്ടോ. ആ വിവാഹം നടന്നത് ജയദേവ കവികൾ ഗീതാഗോവിന്ദത്തിൽ എഴുതിയിട്ടുണ്ട്, അഷ്ടപദിയിലുണ്ട്. ഗീതാഗോവിന്ദ അഷ്ടപദിയിലെ ആദ്യത്തെ ശ്ലോകം രാധാകൃഷ്ണന്മാരുടെ വിവാഹത്തിനെ കുറിച്ചാണ് കേട്ടോ. മേഘേർമേദുരമംബരം വനഭുവ ശ്യാമാസ്തമാലദ്രുമയേ നഗ്ധം വീരുരയം ത്വമേവ തദിമം രാധേ ഗൃഹം പ്രാപയാ ഇത്തം നന്ദനിദേശദശ്ച ലിധയോ പ്രത്യതകുഞ്ചദ്രുമം രാധാ മാധവയോ ജയന്തി യമുനാകുലേ രഹ കേളയാ. ഇതാണ് കേട്ടോ ശ്ലോകം. ഇത് രീതിയിൽ പാടാനൊന്നും അറിയില്ല, എന്നാലും ഒന്ന് കേട്ടോളൂ. ഒരു ദിവസം നന്ദഗോപർ കൃഷ്ണനെ തോളത്തെടുത്തിട്ട് ഗോക്കളൊക്കെ മേയ്ക്കാൻ അങ്ങനെ യമുനാ നദിയുടെ തീരത്തേക്കുള്ള ആ ഭാണ്ഡീര വനത്തിലേക്ക് പോയി. അവിടെ ഗോക്കൾക്ക് പുല്ലുള്ള സ്ഥലം തിരഞ്ഞങ്ങനെ അഖിലേക്ക് പോയി. അപ്പോഴാണ് പെട്ടെന്ന് ആകാശമൊക്കെ മേഘാവൃതമായത്. എങ്ങും ഇരുട്ട്, ഭയങ്കരമായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞു. അതിശക്തമായ കാറ്റൊക്കെ അങ്ങനെ ആഞ്ഞു വീശാൻ തുടങ്ങി. ഇതൊക്കെ കൊണ്ട് ഭയപ്പെട്ടിട്ട് നമ്മുടെ നന്ദനന്ദനൻ ഉണ്ണിക്കണ്ണൻ കരയാൻ തുടങ്ങി. കണ്ണൻ കരയെ പേടിച്ചിട്ടേ. അങ്ങനെ പേടിയുണ്ടാവോ? ഇല്ല, അതൊരു അഭിനയമാണ്, എന്തോ ഒരു കാര്യം നേടാനുള്ള അഭിനയം. ആ നന്ദഗോപർ മനസ്സിൽ ശ്രീഹരിയെ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് അനേക സൂര്യന്മാർ ഉദിച്ചു ഉയർന്നതുപോലെ അങ്ങനെ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത്. അത് നന്ദഗോപരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ആ പ്രകാശത്തിൻ്റെ നടുക്കായി ദിവ്യ തേജസ്സോട് കൂടിയ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ഗർഗമുനി പറഞ്ഞ കാര്യം അദ്ദേഹം ഓർമ്മിച്ചു.
പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണസഖിയായ രാധ തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചു. നന്ദഗോപർ രാധയോട് പറഞ്ഞു, ഞാൻ ദേവിയെ വണങ്ങുന്നു. അവിടുത്തെ പ്രാണനാഥനെ ഇതാ ദേവിയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. എൻ്റെ പുത്രരൂപത്തിൽ അവതരിച്ച ഗോലോകനാഥനെ കൈക്കൊണ്ടാലും എന്ന് പറയാണ്. അപ്പോൾ രാധ പറയാണ്, നിന്റെ ഭക്തിഭാവത്തിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ദുർലഭമായ എൻ്റെ ദർശനം നിനക്ക് ലഭിച്ചത്. നിനക്ക് മംഗളം ഭവിക്കും. ശ്രീരാധ നന്ദഗോപരിൽ നിന്ന് ശ്രീകൃഷ്ണനെ ഏറ്റുവാങ്ങി. അതായത് കണ്ണൻ കുഞ്ഞും കുറച്ച് മുതിർന്നതാണ് രാധ. ആദ്യമായിട്ട് രാധയാണല്ലോ ഭൂമിയിൽ ജനിച്ചത്. പിന്നീട് കണ്ണൻ വന്നതിന് ശേഷമാണല്ലോ രാധ കണ്ണ് തുറക്കുന്നത് അല്ലേ. കണ്ണനെയാണ് ആദ്യം കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കഥയൊക്കെ നമുക്ക് കേട്ടതാണല്ലോ അല്ലേ. അങ്ങനെ രാധയുടെ കയ്യിൽ ആ ഉണ്ണിക്കണ്ണനെ കൊടുക്കുകയാണ്. രാധ അങ്ങനെ കണ്ണനെ എടുത്തു, സ്നേഹത്തോടെ തോളിലിട്ടു. അങ്ങനെ എന്നിട്ട് രാധ പറയാണ്, പിന്നെ നന്ദഗോപരോട് പറയും, നിനക്ക് മംഗളം ഭവിക്കും എന്നൊക്കെ പറയും. ആ കണ്ണനങ്ങനെ തോളിലിട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ പുറത്തൊക്കെ തടവി കൊടുക്കും. പെട്ടെന്ന് അന്തരീക്ഷം പ്രസന്നമായി. വൃന്ദാവനത്തിലും ഗോവർദ്ധന പർവ്വതത്തിലൊക്കെ പെട്ടെന്ന് വസന്തം വന്നതുപോലെ പൂക്കളെല്ലാം അങ്ങനെ വിടർന്നു. കോകിലങ്ങളും വണ്ടുകളും മയിലുകളും ചകോരങ്ങളൊക്കെ അങ്ങനെ പാറി നടക്കുന്നു. സുന്ദരമായ താമര പൊയ്ക പ്രത്യക്ഷപ്പെട്ടു. എങ്ങും സ്വർഗീയ മനോഹാരിത നിറഞ്ഞിരിക്കുന്നു. കാണാനെന്ന് എന്തൊരു മനോഹാരിതയാണെന്നറിയോ. ശ്രീകൃഷ്ണ ഭഗവാൻ ശിശുരൂപത്തിൽ നിന്ന് കിശോരാവസ്ഥയിലേക്ക് അങ്ങനെ പെട്ടെന്ന് വളർന്നു. പീതാംബരവും കസ്തൂഭമണിയും ഓടക്കുഴയൊക്കെ ധരിച്ച് ആ മോഹന സ്വരൂപൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരു രത്നസിംഹാസനം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. രാധാകൃഷ്ണമാരൻ അവിടെ ഉപവിഷ്ടരായി. അപ്പോഴേ ബ്രഹ്മദേവൻ അവിടെ ആവിർഭവിച്ചു. ബ്രഹ്മദേവനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് ബ്രഹ്മദേവൻ അങ്ങനെ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, അവിടുന്ന് എന്ത് അവതാരം എടുത്താലും ശ്രീരാധ സ്വന്തം നിഴൽ പോലെ കൂടെ ഉണ്ടാവുന്നു. അവിടുന്ന് വിഷ്ണു ആകുമ്പോൾ രാധ ലക്ഷ്മിയാകുന്നു, ശ്രീരാമനാകുമ്പോൾ രാധ സീതയാകുന്നു, അവിടുന്ന് ബ്രഹ്മാവാകുമ്പോൾ രാധ പ്രകൃതിയാകുന്നു. നിങ്ങൾ രണ്ടുപേരും നിത്യദമ്പതികളാണെങ്കിലും സ്വയം പരിപൂർണരാണെങ്കിലും ലോകവ്യവഹാരത്തിനു വേണ്ടി ലോകത്തിനു മുന്നിൽ മാതൃക കാട്ടുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാമെന്നങ്ങനെ ബ്രഹ്മാവ് പറയാണ്. വിവാഹത്തിന് ആവശ്യമായ യജ്ഞകുണ്ടങ്ങളും തീർത്ഥങ്ങൾ നിറച്ച കുംഭങ്ങൾ, പുഷ്പമാല്യങ്ങൾ, അലങ്കാരങ്ങൾ എല്ലാം അങ്ങനെ അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് അഗ്നികുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു. വിധിപ്രകാരം രാധയുടെയും കൃഷ്ണൻ്റെയും പാണിഗ്രഹം അങ്ങനെ ചെയ്യിപ്പിച്ചു. അഗ്നികുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യിച്ചു. താമരമാലകൾ പരസ്പരം കളങ്ങളിൽ അണിയിച്ചു. രണ്ടുപേരും അഗ്നിയെ നമസ്കരിച്ചു. ബ്രഹ്മാവ് അവരെ രത്നസിംഹാസനത്തിലിരുത്തി. പിതാവ് പുത്രിക്ക് എന്നതുപോലെ രാധയെ കൃഷ്ണൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. മൃദംഗം, വേണു, വീണ, ശംഖ്, തുന്തുമി അങ്ങനത്തെ ഓരോ മംഗളവാദ്യങ്ങളൊക്കെ അങ്ങനെ മുഴങ്ങി. ഗന്ധർവന്മാരെ, ചാരണന്മാരെ, വിദ്യാധരന്മാരും കിന്നരന്മാരും മംഗളഗാനം അങ്ങനെ ആലപിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ ബ്രഹ്മദേവനോട് ചോദിച്ചു, ഹേ മഹാശയ, എന്താണ് താങ്കൾക്ക് ദക്ഷിണാരൂപത്തിൽ സമർപ്പിക്കേണ്ടത്? അപ്പോൾ ബ്രഹ്മാവ് പറയണേ, അവിടുത്തെ പാതാരവിന്ദങ്ങൾ എന്നും അചഞ്ചലമായ ഭക്തി മാത്രം ദക്ഷിണയായി തന്നാൽ മതി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ബ്രഹ്മാവിനെ. ബ്രഹ്മദേവൻ രാധാകൃഷ്ണന്മാരെ അങ്ങനെ നമസ്കരിച്ചു സത്യലോകത്തിലേക്ക് പോയി.
വിവാഹ ആഘോഷത്തിൻ്റെ പൂർണ്ണതയ്ക്കായി സ്വാദിഷ്ടമായ വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ അവിടെ ആവിർഭവിച്ചു. ശ്രീ രാധാദേവി ആ ആചാരപ്രകാരം ഭഗവാന് ഭോജനം വിളമ്പിക്കൊടുത്തു. ഭഗവാൻ പ്രീതിപൂർവ്വം അവയ്ക്ക് ഭക്ഷിച്ചു. ഭഗവാന്റെ കൈകൾ കൊണ്ട് കിട്ടിയ അന്നം ദേവിയും ഭക്ഷിച്ചു. അതിനുശേഷം വൃന്ദാവന ഭംഗി ആസ്വദിച്ചുകൊണ്ട് രാധയും കൃഷ്ണൻ അങ്ങനെ യമുനാ തീരത്തൊക്കെ ചുറ്റി നടന്നു. അങ്ങനെ ധർമ്മസലാപമൊക്കെ നടത്തി. യമുനയിൽ ഇറങ്ങി അന്യോന്യം ജലം തെറിപ്പിച്ചു കളിച്ചു. താമരപ്പൂക്കൾ പരസ്പരം ചൂടിച്ചു. ഭഗവാൻ രാധയെ പുഷ്പങ്ങളും ആഭരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചു. രാധാദേവി ഭഗവാനെ രത്നങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലങ്കരിക്കുവാൻ തുടങ്ങി. അങ്ങനെ രാധാറാണി കണ്ണനെ അങ്ങനെ അലങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ണൻ ശിശുരൂപത്തിലാവാണ്. അങ്ങനെ ഭയം കൊണ്ട് കരഞ്ഞു തുടങ്ങി. ആ ശിശുവായ കണ്ണനൊക്കെ രാധാദേവിക്ക് ദുഃഖം നിരാശയൊക്കെ തോന്നി. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കാണ്. രാധ, വിഷമിക്കാതിരിക്കൂ, കുറച്ചു നാളുകൾക്ക് ശേഷം നിന്റെ മനോരഥം സഫലമാകും. ഇത് കേട്ടപ്പോൾ രാധാദേവി ശിശുരൂപത്തിലുള്ള കൃഷ്ണനെയും കൊണ്ട് നന്ദഭവനത്തിലേക്ക് പോവുക. അവിടെ പോയിട്ട് കുട്ടിയെ യശോദാമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പറയാണ്. ഭയങ്കരമായ കാറ്റുമഴയൊക്കെ വന്നപ്പോൾ കുട്ടി കരഞ്ഞു. അങ്ങനെ ആ കുട്ടി പേടിച്ച് ഈ കണ്ണൻ കരഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, അമ്മയുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടിയൊക്കെ സമാധാനിപ്പിച്ചു എന്ന് പറയും. കരച്ചിൽ മാറ്റി കുട്ടി അങ്ങനെ കരച്ചിൽ മാറ്റാണ്. കണ്ണൻ കരച്ചിൽ മാറ്റി. കണ്ണനെയും കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് യശോദാമ്മേൻ്റെ കൈകളിൽ കണ്ണനെ ഏൽപ്പിക്കും. അപ്പോൾ യശോദാമ്മ രാധയെ വേണ്ട വിധമൊക്കെ സൽക്കരിക്കുകയോ പ്രശംസിക്കുകയോ ഒക്കെ ചെയ്തു. ഇത് കേട്ട് സന്തോഷിച്ച വൃഷഭാനു നന്ദിനി യശോദയോട് യാത്ര ചോദിച്ച് വെച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെയാണ് രാധാറാണീൻ്റെ കണ്ണൻ്റെയൊക്കെ വിവാഹം നടന്ന കഥ കേട്ടോ. അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ട്. അത് ഭൂമിയിൽ നടന്ന ഒരു ഗാന്ധർവ വിവാഹമാണ്. അവിടെ ഇപ്പോഴും വൃന്ദാവനത്തിലെ ഭാണ്ഡീരവനത്തിലാണ് ഈ വിവാഹം നടന്നത്. അവിടെ ഇപ്പോഴും നമുക്ക് പോയിട്ട് അവിടെ ഉണ്ട് രാധാദേവിയെ സിന്ദൂരം അണിയിക്കുന്നതാണ് അവിടുത്തെ വിഗ്രഹം. ആ കണ്ണൻ അങ്ങനെ രാധാറാണിക്ക് സിന്ദൂരം തൊടുവിക്കുന്ന, ബ്രഹ്മദേവ എടുത്തിരിക്കുന്നു, വിവാഹം നടത്തി കൊടുക്കുന്ന ആ പ്രതിഷ്ഠയൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം, രാധാറാണിയുടെ അനുഗ്രഹം. എല്ലാവരും രാധാറാണിയോട് പ്രാർത്ഥിക്കൂ. നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു മുജ്ജന്മത്തിലെ നല്ല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ടും ആ വൃന്ദാവനത്തിലേക്കൊന്ന് പോവാൻ കഴിയണേ എന്ന് രാധാറാണിയോട് എല്ലാവരും പ്രാർത്ഥിക്കൂ കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പോയി കാണണം. എന്താണ് അവിടെയൊക്കെ സുന്ദരാണ്. ഓരോ വൃക്ഷത്തിലും ഒരുപാട് തത്തകളൊക്കെ ആയിട്ട് മയിലുകളെ അങ്ങനെ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ല സ്ഥലം വൃന്ദാവനം. അവിടെ പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ വൃന്ദാവനത്തിലെ ആ ഭാണ്ഡീരവനത്തിൽ തന്നെ ഉണ്ട് ഒരു കിണറുണ്ട്. ആ കിണറിൽ എന്താ പറയുക, ഒരു പ്രത്യേക അമാവാസി നാളിൽ ആ കിണറത്തെ തീർത്ഥമൊക്കെ എന്തായിരിക്കും, പാലായിട്ട് മാറണേ. അത് ശരിക്കും അവിടെ പോയിട്ട് കാണാം. അതിനുള്ള ഭാഗ്യമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. അവിടെ പോയി നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞാൽ നമുക്കവിടെ ഇല്ല മാതാജിമാർ നമുക്ക് ഭക്ഷണം തരുന്നു. അതായത് കണ്ണൻ്റെ രാധേൻ്റെ കല്യാണത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് അവിടുന്ന് ആ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ട് നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷപൂർവ്വം തിരിച്ചു വരികയാണ്. ആ ഭക്ഷണം എന്ന് പറയാൻ നല്ല വെണ്ണ, നല്ല ചപ്പാത്തി, വെണ്ണ, പിന്നെ
പച്ചക്കറീൻ്റെ സാലഡ്, അതൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം. ആ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ട് സന്തോഷപൂർവ്വം ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയാണ്. ആ ഭാഗ്യമൊക്കെ കിട്ടി. ഇത് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ആ മണ്ണിലൊന്ന് കാല് കുത്താൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.